എല്ലാവർക്കും ബ്രാൻഡ് ഫ്ലിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫോട്ടോഷോപ്പ് എല്ലാവരും കരുതുന്ന പോലെ പഠിക്കാൻ ഭയങ്കര പ്രയാസമുള്ള ഒന്നാണ്. ഞാനും ഈ സോഫ്റ്റ്വെയർ പഠിക്കുന്നതിന് മുന്നേ കുറേ മൊബൈൽ ആപ്പുകളും പിന്നെ ക്യാൻവ പോലുള്ള വെബ് ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനിങ് ടൂളാണ് ഫോട്ടോഷോപ്പ്. കുറച്ച് ഷോർട്ട് കട്ട്സുകളും ചെറിയ ചില പൊടിക്കൈകളൊക്കെ പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഫോട്ടോഷോപ്പ്. ഇനി എന്താണ് ഫോട്ടോഷോപ്പ്? ഫോട്ടോഷോപ്പ് അഡോബ് ഡെവലപ്പ് ചെയ്ത ഒരു പിക്സൽ ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. പിക്സൽ എന്താണെന്നുള്ളത് ഞാൻ വരുന്ന വീഡിയോയിൽ പറഞ്ഞുതരാം. ഇമേജ് എഡിറ്റ് ചെയ്യാനും ഡിസൈനിങ്ങിനും വേണ്ടി നിലവിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടൂൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആണ് ഫോട്ടോഷോപ്പ്. ഇനി നമുക്ക് പതിയെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ യൂസ് ചെയ്യുന്നത് ഫോട്ടോഷോപ്പിൻ്റെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനായ ഫോട്ടോഷോപ്പ് 2024 ആണ്. അത് തന്നെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയൊരു വിൻഡോ നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഇതിനെ ഫോട്ടോഷോപ്പിൻ്റെ ഹോം സ്ക്രീൻ എന്നാണ് പറയുന്നത്. പിന്നീട് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഓപ്ഷൻസ് കാണാം. അതിൽ തന്നെ ഈ 4 ഓപ്ഷൻസ് നിങ്ങൾ ക്രിയേറ്റീവ് ക്ലൗഡ് അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസാണ്. അടുത്തത് ഹോം ആൻഡ് ലേൺ എന്നുള്ള 2 ഓപ്ഷൻസാണ്. ഇത് ലേൺ എന്ന് പറയുന്നത് ഫോട്ടോഷോപ്പിലെ ടൂൾസ് അല്ലെങ്കിൽ എഫക്ട്സ് ഒക്കെ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഫോട്ടോഷോപ്പ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കുറച്ച് ട്യൂട്ടോറിയൽസ് ആണിത്. അതേപോലെ ഹോം എന്നുള്ളത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സെയിം സ്ക്രീനാണ്. ഇതാണ് ഹോം പേജ്. ഫോട്ടോഷോപ്പിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത് ഇതാണ്. ഇത്രയും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തത് 2 ബട്ടൺസ് ആണ്. ന്യൂ ഫയൽ, ഓപ്പൺ എന്നുള്ള 2 ബട്ടൺസ് ആണ്. ഓപ്പൺ എന്നുള്ള ബട്ടൺ ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതൊരു ഇമേജ് ഫയലായാലും അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് സപ്പോർട്ട് ചെയ്യുന്ന മറ്റേതൊരു ഫയലായാലും ഓപ്പൺ ചെയ്യാൻ ഈ ബട്ടൺ യൂസ് ചെയ്യാം. അടുത്തത് ന്യൂ ഫയൽ. ഇത് പറയുന്നതിന് മുന്നേ ഇവിടെ നിങ്ങോട്ട് നിങ്ങളൊരു ചിത്രമൊക്കെ വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് ഇമാജിൻ ചെയ്യുക. ഫോട്ടോഷോപ്പ് നിങ്ങളുടെ പണിപ്പുരയിൽ. അപ്പോൾ ആദ്യം നമുക്ക് ചിത്രം വരയ്ക്കാൻ ഒരു ക്യാൻവാസ് വേണം. ഇവിടെ നമ്മുടെ ഇഷ്ടത്തിലും സൈസിലും കളറിലും ടെക്സ്ചറിലും നമുക്ക് ക്യാൻവാസ് ഉണ്ടാക്കാം. അതിനാണ് ന്യൂ ഫയൽ എന്നുള്ള ബട്ടൺ. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്യാൻവാസ് സ്റ്റോറിൽ കയറി ചെന്ന പോലെയാണ്. പല സൈസിലും പല നിറത്തിലുള്ള ക്യാൻവാസ് കാണാം. ഇതൊക്കെ ഫോട്ടോഷോപ്പ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് സ്റ്റാൻഡേർഡ് ഡയമെൻഷൻസ് ആണ്. ഇതിൽ ഞാൻ റീസെൻ്റായി യൂസ് ചെയ്ത ഡയമെൻഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഫോട്ടോ, പ്രിൻ്റ് തുടങ്ങി ഒട്ടനവധി പ്രീസെറ്റ് ഡയമെൻഷൻസ് കാണാം. ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ആദ്യം തന്നെ നമുക്ക് ക്യാൻവാസിനൊരു പേര് കൊടുക്കാം. ഇവിടെ ഞാൻ ഡെമോ എന്നാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഏത് മെഷർമെൻറ്റിലാണ് ക്യാൻവാസ് അല്ലെങ്കിൽ ആർട്ട് ബോർഡ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ പിക്സൽ, ഇഞ്ചസ് തുടങ്ങി കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പിക്സലാണ് ചൂസ് ചെയ്യുന്നത്. അതിനുശേഷം ആർട്ട് ബോർഡിൻ്റെ വിഡ്ത്ത് എത്ര വേണം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഹൈറ്റ്. തൊട്ടടുത്ത് തന്നെ ഓറിയൻറ്റേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. ഇത് നിങ്ങളുടെ ആർട്ട് ബോർഡ് വേർട്ടിക്കലി ആണോ അതോ ഹൊറിസോണ്ടലി ആണോ വേണ്ടതെന്ന് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഞാനിതിൽ ഹൊറിസോണ്ടൽ ഓറിയൻറ്റേഷനാണ് ചൂസ് ചെയ്യുന്നത്. പിന്നീടുള്ളത് കളർ മോഡാണ്. ഇതിൽ നിങ്ങൾക്ക് 5 ഓപ്ഷൻസ് കാണാം. ഞാനിവിടെ RGB ആണ് ഓപ്റ്റ് ചെയ്യുന്നത്. കളർ മോഡിനെ പറ്റി നമ്മൾ തുടർന്നുള്ള ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് ബാക്ക്ഗ്രൗണ്ട് കണ്ടൻറ് എന്നുള്ളൊരു ഓപ്ഷനാണ്. ഇതിൽ നമുക്ക് ഒരു ക്യാൻവാസ് പോലെ ഏത് കളർ വേണം, ടെക്സ്ചർ വേണം എന്നുള്ളത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഞാനിവിടെ വൈറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ തന്നെ കസ്റ്റം കളർ, ട്രാൻസ്പെറൻറ്റ് തുടങ്ങി വേറെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. പിന്നീടുള്ളത് പിക്സൽ ആസ്പെക്ട് റേഷ്യോ. തൽക്കാലം ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇതിനെപ്പറ്റി കളർ മോഡ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഡയമെൻഷൻസും കളർ മോഡും ഉറപ്പുവരുത്തിയതിന് ശേഷം ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനൊരു സ്ക്രീനാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇതാണ് നമ്മുടെ വർക്ക് സ്പേസ്. വർക്ക് സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ ടൂൾസും മറ്റ് ഓപ്ഷൻസും ഒക്കെ ഉൾപ്പെടുന്നതാണ് നിങ്ങളുടെ വർക്ക് സ്പേസ്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ ടൂളും നിങ്ങളുടെ ഒരു റൂം എന്ന പോലെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. എവിടെ വേണമെങ്കിലും വെച്ചിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി എപ്പോഴും ഓർത്തിരിക്കേണ്ട ഫോട്ടോഷോപ്പിൻ്റെ ഇൻ്റർഫേസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ കാണുന്നതാണ് മെനു ബാർ. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അടുത്തത് ടൂൾ ബോക്സ്. നമുക്ക് ആവശ്യമായ എല്ലാ ടൂൾസും ഇവിടെയാണ് ഉണ്ടാവുക. മെനു ബാറിന് തൊട്ട് താഴെയായിട്ട് കാണുന്നതാണ് ഓപ്ഷൻസ് ബാർ. നമ്മൾ കറൻ്റ്ലി ഏത് ടൂളാണോ സെലക്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഓപ്ഷൻസാണ് ഇവിടെ ലഭ്യമാകുന്നത്. അടുത്തത് പാനൽസ് ആണ്. ഇവിടെ കളർ, ഗ്രേഡിയൻറ്റ്, ലെയേഴ്സ് തുടങ്ങി കുറച്ച് പാനൽസ് നിങ്ങൾക്ക് കാണാം. ഇനിയുള്ളത് സ്റ്റാറ്റസ് ബാറാണ്. ഇവിടെ നിങ്ങളുടെ ആർട്ട് ബോർഡിൻ്റെ കറണ്ട് ഡയമെൻഷനാണ് ഡിഫോൾട്ടായിട്ട് കാണാൻ പറ്റുക. നമുക്കത് ലെയർ കൗണ്ട്, കറണ്ട് ടൂൾ നെയിം തുടങ്ങി ഏതിലേക്ക് വേണമെങ്കിലും മാറ്റാൻ പറ്റുന്നതാണ്.
ഞാനിപ്പോൾ കറണ്ട് ഡയമെൻഷനിൽ തന്നെ യൂസ് ചെയ്യുകയാണ്. അടുത്തത് നമുക്ക് കുറച്ച് ടൂൾസ് പരിചയപ്പെടാം. അതിനായി ഞാൻ ഒരു ഇമേജ് ഓപ്പൺ ചെയ്യുകയാണ്. മെനു ബാറിൽ ഫയൽ, ഓപ്പൺ, കൺട്രോളർ കമാൻഡ് ഓ പ്രസ് ചെയ്താൽ മതി. ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇമേജ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ബട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആർട്ട് ബോർഡിലല്ല ഇമേജ് ഓപ്പണായി വന്നിരിക്കുന്നത്. ഈ ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആർട്ട് ബോർഡിൽ കൊണ്ടുപോകാൻ കുറച്ച് വഴികളുണ്ട്. അതിലാദ്യത്തേത് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായി റെക്റ്റാങ്കുലർ മാർക്കി ടൂൾ ഉപയോഗിക്കുക. കംപ്ലീറ്റ് ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം കമാൻഡ് എക്സ് അല്ലെങ്കിൽ കൺട്രോൾ എക്സ് പ്രസ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആർട്ട് ബോർഡിൽ വന്ന് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കമാൻഡ് വി അല്ലെങ്കിൽ കൺട്രോൾ വി എന്നുള്ളതാണ്. ഇവിടെ ലെയർ പാനൽ നമുക്ക് കാണാം, ഒരു പുതിയ ലെയറായാണ് ഇമേജ് വന്നിരിക്കുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ എലമെൻറ്റ്സും എഫക്ട്സും ഒരു ബുക്ക് ഷെൽഫ് എന്ന പോലെ അടുക്കി വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാനലാണ് ലെയേഴ്സ്. ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലാങ്ക് ലെയർ അല്ലെങ്കിൽ ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. കമാൻഡ് ഷിഫ്റ്റ് എന്നാണ് അതിൻ്റെ ഷോർട്ട് കട്ട്. വിൻഡോസ് ആണെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് ആൻ. നിങ്ങൾക്കിവിടെ കാണാൻ ഞാൻ ആർട്ട് ബോർഡിൽ ഓരോ സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴും ഇമേജ് ലെയർ അൺസെലക്ട് ആവുകയാണ്. അതിൻ്റെ കാരണം നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവ് ടൂളിൻ്റെ ഓപ്ഷനിൽ ഓട്ടോ സെലക്ട് എന്നുള്ള ഓപ്ഷൻ ഓൺ ആയിരിക്കുന്നത് കൊണ്ടാണ്. ഇത് നമുക്ക് ഓഫ് ചെയ്ത് വെച്ചേക്കാം. ഓഫ് ചെയ്താൽ നമുക്ക് ലെയർ സെലക്ട് ചെയ്യണമെങ്കിൽ ലെയർ പാനൽ വന്നിട്ട് വേണം വീണ്ടും സെലക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ കൺട്രോൾ ഓർ കമാൻഡ് ഹോൾഡ് ചെയ്തിട്ട് വേണം സെലക്ട് ചെയ്യാൻ. അടുത്തതായി ഈ ഇമേജിനെ എങ്ങനെ എൻലാർജ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി കൺട്രോൾ ഓർ കമാൻഡ് ടി ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഷോർട്ട് കട്ട്. ഇപ്പോൾ ഇമേജിന് ചുറ്റും ഒരു ട്രാൻസ്ഫോം സെലക്ഷൻ വന്നായിട്ട് കാണാം. ഇനി അൾട്ട് അല്ലെങ്കിൽ ഓപ്ഷൻ ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇമേജിനെ എൻലാർജ് ചെയ്യാം. അൾട്ട് കീ ഹോൾഡ് ചെയ്യാതെയാണ് നമ്മൾ എൻലാർജ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ ഏത് ആംഗിളിലേക്കാണോ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലേക്കായിരിക്കും ഇമേജ് എൻലാർജ് ആവുക. ഞാൻ മുമ്പ് പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും പാനൽസിൻ്റെ അറേഞ്ച്മെൻറ്റ് മാറിപ്പോയി അല്ലെങ്കിൽ ക്ലോസ് ചെയ്തു പോയെന്ന് കരുതുക. പേടിക്കേണ്ട കാര്യമില്ല. മെനു ബാറിൽ പോവാം, വിൻഡോ, വർക്ക് സ്പേസ്, റീസെറ്റ്. നമ്മൾ എസെൻഷ്യൽ എന്നുള്ള വർക്ക് സ്പേസ് ചൂസ് ചെയ്തുകൊണ്ടാണ് റീസെറ്റ് എസെൻഷ്യൽ എന്ന് കാണിക്കുന്നത്. വേറൊരു വർക്ക് സ്പേസ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഏതാണോ സെലക്ട് ചെയ്തിരിക്കുന്ന വർക്ക് സ്പേസ് അതിൻ്റെ പേരാണ് കാണിക്കുക. ഇനി എങ്ങനെ ഒരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇതിനായി നിങ്ങൾക്ക് വേണ്ട പോലെ പാനൽസും ടൂൾസും എവിടെയൊക്കെയാണോ വേണ്ടത് അത് അതേപോലെ അറേഞ്ച് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം വിൻഡോയിൽ വർക്ക് സ്പേസിൽ ന്യൂ വർക്ക് സ്പേസ് സെലക്ട് ചെയ്യുക. നമ്മുടെ വർക്ക് സ്പേസിന് എന്താണോ പേര് വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ കാണുന്ന 3 ഓപ്ഷനും ഓൺ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം സേവ് ചെയ്യുക. ഇനി നിങ്ങൾ വർക്ക് സ്പേസിൽ പോയാൽ നിങ്ങൾ സേവ് ചെയ്ത വർക്ക് സ്പേസ് അവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത് കാണാം. ഇനി നിങ്ങൾക്കത് വേണ്ട, ഡിലീറ്റ് ചെയ്യണമെന്നാണുള്ളതെങ്കിൽ സെയിം സ്റ്റെപ്സാണ്. വിൻഡോ, വർക്ക് സ്പേസ്, ഡിലീറ്റ് വർക്ക് സ്പേസ്. ഇവിടെ നിങ്ങൾക്ക് ഏത് വർക്ക് സ്പേസ് ആണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് കൊടുക്കുക. ഇനി നമുക്ക് ഇതുവരെയുള്ള കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഒന്ന്, എങ്ങനെ ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് പഠിച്ചു. രണ്ടാമത്തത് ഫോട്ടോഷോപ്പിൻ്റെ ഇൻ്റർഫേസ് എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചു. മൂന്നാമത്തത് മാർക്കി ടൂൾ എന്താണെന്നുള്ളത് പഠിച്ചു. 4 ലെയറിൻ്റെ യൂസേജ്. 5 വർക്ക് സ്പേസ് ക്രിയേഷൻ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ കണ്ട് മനസ്സിലാക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ച് പുതിയ ടൂളുകൾ പരിചയപ്പെടാം. Until then, this is Arun from Brandflex signing off.